എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ കവർന്ന് എല്ലാ സാധനം ഒന്നും പുറത്തെടുത്തിട്ടില്ല. കുറച്ചൊക്കെ നമ്മൾ ഇതിന് ഇങ്ങനെ കാണിച്ചപ്പോ നമുക്ക് മെയിൻ ആയിട്ടില്ലേ അത്തറ്, സെന്റ് അല്ലെ, ഇതൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോ നമ്മളെ മക്കളാവും നല്ല വൃത്തിയും വെടിപ്പിലാണ് വരിക. ഇത് വായിൽ വരെ ആക്കിയിട്ടാണ് അവർ വരുന്നത്. അതോടൊപ്പം തന്നെ വായിൽ ചവച്ചരക്കാൻ ഫ്രഷ് ഫ്രൂട്ട്, ചുയിങ്കം, ഇതൊക്കെയാണ് ഈ ഒരു കവറിൽ അവര് പുറമെ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങള്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുർആൻ ഓതണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഹാഫിളാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ച് കരയുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരു ഉമ്മയുടെ കരച്ചിലോട് കൂടിയ ഫോൺ കോള് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ആ ഉമ്മ ഒരു പൊതിയുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ പൊതിയിൽ എന്താണെന്ന് കണ്ടാൽ ശരിക്കും നമ്മൾ അത്ഭുതം. പൊതി എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ മിഠായി പൊതിയല്ല കേട്ടോ, ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉമ്മയുടെ കരച്ചിലാണ്. ആ ഉമ്മ അവിടെ തന്നെ ഉണ്ട്, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഉമ്മ, വരൂ. ഉമ്മയുടെ ഇന്ന് രാവിലത്തെ ഫോൺ കോൾ ആണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ എത്തിച്ചത്. ശരിക്കും എന്താണ് ഈ പൊതി? മോള് വിചാരിക്കും പോലെ ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല. ഇത് എന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ്. തുറന്നു നോക്കി. ശരിക്കും എന്താണ് സംഭവം? ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ്. അതുപോലെ ലൈറ്റർ, ഇത് ചൂയിങ്കം. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ, ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഇടുക്കി ഗോൾഡ്, യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ്. ഇതൊന്നും എനിക്കറിയില്ല മോളെ. എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത്? വീട്ടില് എനിക്ക് ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രമാണ്. പക്ഷെ മോന് എത്ര വയസ്സുണ്ട്? മോനിപ്പോ 21 വയസ്സായി. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷെ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനോട് എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ, ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി. എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്, ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന്. പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ. ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ. സമൂഹത്തിൽ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് 21 വയസ്സായ മോനിൽ നിന്ന്. അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടുപഠിച്ചാലും ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത്, കാരണം നമ്മൾ സ്ത്രീകളാണ് മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത്
ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മാക്കും ഒരു മക്കളെ നഷ്ടപ്പെടും. എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു പോയി. ഞാൻ എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് മോനെ ഇന്ന് എന്റെ മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയണില്ല. മോനിപ്പോ എവിടെ പോയത്? എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്. എനിക്കറിയില്ല എവിടെ പോയതെന്ന്. ഈ ഒരു പൊതി പിടിച്ചതിന് ശേഷം പൊതി പല സംഭവങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത്. ഫോൺ ഓഫാണ്, എവിടെയെന്ന് എനിക്കറിയില്ല. ഈ ഉമ്മയുടെ കരച്ചില് കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട്. കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത്. ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത്. അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല. സ്വന്തം മക്കള് എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ ഈ ഉമ്മക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല. നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് നമ്മൾ പറയാ, അല്ലെ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് മാത്രമല്ല മോളെ, ഇവൻ